കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടുകൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 7 1 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങൾ. യേശു ജനങ്ങളോടുള്ള പ്രബോധനം അവസാനിപ്പിച്ച് കഫർനാമിലേക്ക് പോയി. അവിടെ ഒരു ശതാധിപന്റെ ഭൃത്യൻ രോഗം ബാധിച്ച് ആസന്ന മരണനായി കിടന്നിരുന്നു. അവൻ യജമാനന് പ്രിയങ്കരനായിരുന്നു. ശതാധിപൻ യേശുവിനെ പറ്റി കേട്ട് തൻ്റെ ഭൃത്യനെ സുഖപ്പെടുത്തണമെന്ന് അപേക്ഷിക്കാൻ ചില യഹൂദ പ്രമാണികളെ അവൻ്റെ അടുത്തേക്ക് അയച്ചു. അവർ യേശുവിൻ്റെ അടുത്ത് വന്ന് കേണപേക്ഷിച്ചുകൊണ്ട് പറഞ്ഞു, നീ ഇത് ചെയ്തു കൊടുക്കാൻ അവൻ അർഹനാണ്. എന്തെന്നാൽ അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു. നമുക്കൊരു സിനഗോഗ് പണിയിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. യേശു അവരോടൊപ്പം പുറപ്പെട്ടു. അവൻ വീടിനോടടുക്കാറായപ്പോൾ ആ ശതാധിപൻ തൻ്റെ സ്നേഹിതരിൽ ചിലരെ അയച്ച് അവനോട് പറഞ്ഞു, കർത്താവെ, അങ്ങ് ബുദ്ധിമുട്ടേണ്ട. അങ്ങൻ്റെ വീട്ടിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങയെ നേരിട്ട് സമീപിക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ല എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ഭൃത്യൻ സുഖപ്പെട്ടുകൊള്ളും. കാരണം ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ടവനാണ്. എൻ്റെ കീഴിലും പടയാളികളുണ്ട്. ഞാൻ ഒരുവനോട് പോവുക എന്ന് പറയുമ്പോൾ അവൻ പോകുന്നു, വേറൊരുവനോട് വരിക എന്ന് പറയുമ്പോൾ അവൻ വരുന്നു. എൻ്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറയുമ്പോൾ അവൻ ചെയ്യുന്നു. യേശു ഇത് കേട്ട് അവനെപ്പറ്റി വിസ്മയിച്ചു. തന്നെ അനുഗമിച്ചിരുന്ന ജനക്കൂട്ടത്തിന് നേരെ തിരിഞ്ഞ് അവൻ പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറയുന്നു, ഇസ്രായേലിൽ പോലും ഇതുപോലുള്ള വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. അയക്കപ്പെട്ടവർ തിരിച്ചു ചെന്നപ്പോൾ ആ ഭൃത്യൻ സുഖപ്പെട്ടിരിക്കുന്നതായി കണ്ടു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ ശതാധിപനെ നോക്കി പറയുന്നൊരു കാര്യമാണ്, ഇസ്രായേലിൽ പോലും ഇതുപോലെ വിശ്വാസമുള്ള ഒരാളെ കണ്ടിട്ടില്ല എന്ന്. ശതാധിപൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സെഞ്ചൂറിയൻ എന്ന് പറയുന്ന ഒരു ലാറ്റിൻ വാക്കിൽ നിന്ന് വന്നതാണ്. സെഞ്ചുറി എന്ന് പറഞ്ഞാൽ 100. അപ്പോൾ 100 ഭൃത്യരുടെ മേൽ അധികാരമുള്ള അധിപൻ പറയല്ലേ, ഒരു അധികാരമുള്ളവനെയാണ് ശതാധിപൻ എന്ന് വിളിക്കുന്നത്. തീർച്ചയായിട്ടും നല്ല അധികാരവും നല്ല ശക്തിയും ഉണ്ടായിരുന്ന ശതാധിപൻ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ മുമ്പിൽ തൻ്റെ ജീവിതം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തയ്യാറായപ്പോൾ ഈശോ പറയുകയാണ്, ഇതുപോലെ വിശ്വാസമുള്ള ഒരാളെ ഇസ്രായേലിൽ പോലും കണ്ടിട്ടില്ല എന്നാണ് പറഞ്ഞത്. എന്തുകൊണ്ടായിരിക്കും ഈശോ അങ്ങനെ പ്രശംസിച്ചത്? അത് ഈ സുവിശേഷ ഭാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ശരിക്കും ഹൃദയത്തിൽ എഴുതിയിടേണ്ട 2 ശതാധിപൻ്റെ മനോഭാവങ്ങളെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. ദൈവം മാത്രമല്ല, അല്ലെങ്കിൽ ഈശോ മാത്രമല്ല, ജനവും ഒരുപോലെ ശതാധിപനെ പ്രശംസിക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്കറിയാം, നമ്മൾ ഒരുപക്ഷെ ദൈവം നമ്മെ പ്രശംസിച്ചെന്ന് വരും, നമ്മുടെ സ്വകാര്യ ജീവിതത്തിൽ നമുക്കത് മനസ്സിലാക്കാനും പറ്റും. പക്ഷേ സമൂഹം നമ്മളെ അതുപോലെ സ്നേഹിക്കുകയോ പ്രശംസിക്കുകയോ അംഗീകരിക്കുകയോ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല എല്ലായ്പ്പോഴും. അല്ലെങ്കിൽ ചിലപ്പോൾ സമൂഹത്തിൻ്റെ കയ്യടി നമുക്ക് കിട്ടാം, പക്ഷേ ഹൃദയം പരിശോധിക്കുന്ന കർത്താവിൻ്റെ മുമ്പിൽ കർത്താവിൻ്റെ പ്രശംസയോ കയ്യടിയോ കിട്ടാത്ത ജീവിതാനുഭവത്തിലൂടെ നമുക്ക് കടന്നു പോകാൻ പറ്റും. ഇവിടെ ജനവും അതോടൊപ്പം തന്നെ ഈശോയും ഒരുപോലെ ശതാധിപനെ പ്രശംസിക്കുകയാണ്. അതിന് 2 കാരണങ്ങളാണ്. ഒന്ന്, ശതാധിപന് സഹോദര സ്നേഹം ഉണ്ടായിരുന്നു. 2, സഹോദര സ്നേഹവും അതോടൊപ്പം എളിമയുള്ള ഒരു ഹൃദയം ശതാധിപനുണ്ടായിരുന്നു. അതുകൊണ്ട് ദൈവം അവനെ പ്രശംസിച്ചു. സഹോദരങ്ങളോട് സ്നേഹമുള്ളപ്പോഴല്ലേ നമ്മൾ ഒരാളെക്കുറിച്ച് നല്ലത് പറയുന്നേ, അല്ലേ? നമ്മളെ ആരെങ്കിലുമൊക്കെ സ്നേഹിക്കുകയും അല്ലെങ്കിൽ മറ്റൊരാളെ അതുപോലെ സ്നേഹിക്കുന്ന കാണുന്ന ഒരു വ്യക്തിയെ കാണുമ്പോൾ തീർച്ചയായിട്ടും നമ്മളവരെ പ്രശംസിക്കും, നമ്മളവരെ അംഗീകരിക്കും, ഏറ്റുപറയും. ഇവിടെ യഹൂദർ യേശുവിൻ്റെ അടുത്ത്, ചില യഹൂദ പ്രമാണികളെയാണ് ശതാധിപൻ യേശുവിൻ്റെ അടുത്ത് ചെന്നിട്ട് തൻ്റെ ഭൃത്യനെ സൗഖ്യപ്പെടുത്തണമെന്ന് പറഞ്ഞയക്കുന്നത്. അപ്പോൾ യഹൂദർ വന്നിട്ട് ഒരു റോമൻ ശതാധിപന് വേണ്ടി പറയുകയാണ്, അതെ, ഇവൻ ഇത് സ്വീകരിക്കാൻ അർഹനാണ്, നീ അത് ചെയ്തു കൊടുക്കണം.
ശതാധിപനെ കുറിച്ച് നല്ല വാക്ക് ഈ പറയുന്ന യഹൂദർ പറയുകയാണ്. ഇസ്രായേൽ താമസിച്ചിരുന്ന അല്ലെങ്കിൽ യഹൂദരായിട്ടുള്ളവർ ഈ പറയുന്ന ശതാധിപനെ കുറിച്ച് യേശുവിൻ്റെ അടുത്ത് പറഞ്ഞത് ഇത് ചെയ്തു കൊടുക്കണം, അവൻ നല്ലവനാണെന്നാണ് പറഞ്ഞത്. നമ്മളെക്കുറിച്ചൊക്കെ എത്ര പേര് ശരിക്കും ഇങ്ങനെ പറയും? നമ്മളെ അറിയുന്നവർ, നമ്മുടെ അയൽവക്കത്തുള്ളവർ, നമ്മളെ കേട്ടിട്ടുള്ളവർ, നമ്മളോട് കൂടെ വസിച്ചിട്ടുള്ളവർ, നമ്മൾ അനുഭവിച്ചിട്ടുള്ളവർ ഒരു ശതാധിപൻ്റെ അടുത്ത് വന്നിട്ട് പറയാണ് ശതാധിപനെ കുറിച്ച് ഇവരിത് ചെയ്തു കൊടുക്കാൻ അല്ലെങ്കിൽ ഇവന് സ്വീകരിക്കാൻ ഇവൻ അർഹനാണ്. അതിന് കാരണം എന്താ? ഈ ശതാധിപൻ 100 പേരുടെ മേൽ അധികാരമുണ്ടായിരുന്ന അവന് അവരുടെ ഒരു ഭൃത്യൻ രോഗിയായപ്പോൾ അവനെക്കുറിച്ചും ഈ ശതാധിപന് കരുതലുണ്ടായിരുന്നു, സ്നേഹം ഉണ്ടായിരുന്നു. നമ്മളാണെങ്കിൽ മൈൻഡ് ചെയ്യുമോ? നമ്മളാണെങ്കിൽ ശ്രദ്ധിക്കുമോ? അത്രയും വില കുറഞ്ഞതായിട്ട് നമ്മൾ ചിലപ്പോൾ കാണുള്ളൂ. ഒത്തിരി പേര് നമ്മളെ സഹായിക്കാനും ശുശ്രൂഷിക്കാനും അല്ലെങ്കിൽ അവരുടെ ഉത്തരവാദിത്തം അങ്ങനെ വേണം കാണാൻ. അവരവരുടെ ഉത്തരവാദിത്തം ചെയ്തു പോകുമ്പോൾ ഒരാൾ അതിനകത്ത് രോഗിയായി, ഓക്കെ, നമ്മളൊരു വേറെ ആരെങ്കിലും ഏൽപ്പിക്കാൻ പറയും. ഇത് അവൻ്റെ രോഗാവസ്ഥയെക്കുറിച്ചൊരു ഭാരമുണ്ടാവുകയും ആ വ്യക്തിയോടൊരു സ്നേഹം ശതാധിപനുള്ളിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇത്രയും അധികാരത്തിൽ നിൽക്കുന്നവൻ തൻ്റെ അധികാരത്തിൻ്റെ മേന്മ ഒന്നും പരിഗണിക്കാതെ ഈ യഹൂദ പ്രമാണികളെ പറഞ്ഞയച്ച് യേശുവിനോട് തൻ്റെ ഭൃത്യനെ സുഖപ്പെടുത്താൻ ആവശ്യപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ ശതാധിപനിൽ ഈ സഹോദര സ്നേഹത്തിൻ്റെ ശക്തമായ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ സഹോദര സ്നേഹം നമ്മളിൽ നിറയുമ്പോഴാണ് സഹോദരങ്ങൾ നമ്മളെക്കുറിച്ച് നല്ലത് പറയുന്നത്. സഹോദരങ്ങൾ നമ്മളെക്കുറിച്ച് നല്ലത് പറയുന്നില്ലെങ്കിൽ നമ്മൾ ഈ സഹോദര സ്നേഹത്തിൻ്റെ ആ വഴിത്താരകളെ ഒന്ന് ആത്മശോധന ചെയ്യുന്നതാണ്. ഇനി ഈശോ അവനെ പ്രശംസിക്കുന്നത് എന്തുകൊണ്ടാണ്? അവൻ്റെ എളിമ കൊണ്ടാണ്, അവൻ്റെ വിശ്വാസവും എളിമയും കൊണ്ടാണ്. അവൻ പറഞ്ഞു, കർത്താവേ, ഞാൻ പോലും വരാതിരുന്നത്, നേരിട്ട് വരാതിരുന്നത്, അല്ലെങ്കിൽ നിന്നെ എൻ്റെ ഭവനത്തിലേക്ക് ക്ഷണിക്കാതിരുന്നതിന് കാരണം എനിക്ക് യോഗ്യത ഇല്ലാതിരുന്നിട്ടാണ്. നീ എൻ്റെ ഭവനത്തിൽ വരാനുള്ള യോഗ്യത പോലും എനിക്കില്ല. എല്ലാ വിശുദ്ധ കുർബാന സ്വീകരണത്തിന് തൊട്ടു മുമ്പ് നമ്മൾ പറയുന്ന വാക്കാണ്, കർത്താവേ, അങ്ങൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല, അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. എത്രമാത്രം ബോധപൂർവമാണ് നമ്മൾ പറയുന്നത് നമുക്കറിയില്ല. കാരണം എളിമയുടെ അങ്ങേയറ്റം നിൽക്കുമ്പോൾ പറയാൻ പറ്റുന്ന വാക്കുകളാണ്. അല്ലെങ്കിൽ എളിമയുള്ളൊരു ഹൃദയത്തിലാണ് ദൈവം വസിക്കുന്നത് എന്ന് വേണം ഇതിലൂടെ മനസ്സിലാക്കാൻ. അപ്പോൾ ദൈവത്തെ സ്വീകരിക്കുന്നതിന് മുമ്പ്, യേശുവിനെ നമ്മുടെ ഹൃദയത്തിലേക്കും ജീവിതത്തിലേക്കും സ്വീകരിക്കുന്നതിന് മുമ്പ് നാം നമ്മെ തന്നെ എളിമപ്പെടുത്തിക്കൊണ്ട് പറയുന്ന ശതാധിപൻ്റെ വാക്കുകളാണ്. അപ്പോൾ ശതാധിപൻ അത്ര കണ്ട് എളിമപ്പെട്ടു എന്നുള്ളതാണ് ദൈവത്തിൻ്റെ മുമ്പിൽ അവൻ പ്രീതികരനായതും ദൈവ സ്നേഹം സ്വീകരിക്കാൻ അവനെ തന്നെ യോഗ്യനാക്കിയതും. അപ്പോൾ സഹോദര സ്നേഹം നമ്മളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ സഹോദരൻ്റെ സ്നേഹം സ്വീകരിക്കാൻ നമ്മൾ യോഗ്യരാകുന്നത് പോലെ കർത്താവിനോടുള്ള ബന്ധത്തിൽ ഹൃദയത്തിൽ എളിമയുണ്ടാകുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹവും അവൻ്റെ സാന്നിധ്യവും സ്വീകരിക്കാൻ നാം നമ്മെ തന്നെ യോഗ്യരാക്കുക. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഇതുപോലുള്ളൊരു വിശ്വാസം ഇസ്രായേലിൽ പോലും ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. കാരണം അവൻ പറഞ്ഞ്, ഞാനും പറയുമ്പോൾ പോകാൻ ആളുണ്ട്, വരാൻ പറയുമ്പോൾ വരാൻ എൻ്റെ കീഴിലും ആൾക്കാരുണ്ട്, ഞാനും അധികാരത്തിൽ നിൽക്കുന്നവനാ. അത്രയും അധികാരത്തിൽ നിന്നൊരാൾ അത്ര കണ്ട് എളിമപ്പെട്ടാൻ തക്ക വിധത്തിൽ എത്ര കണ്ട് ഹൃദയത്തിൽ എളിമയുണ്ടെന്ന് നോക്കിക്കേ. അതുകൊണ്ട് തമ്പുരാൻ്റെ മുമ്പിൽ വരുമ്പോൾ ഈ 2 മനോഭാവങ്ങൾ വളരെ കർത്താവ് പരിശോധിക്കുന്ന മനോഭാവം. 1 സഹോദര സ്നേഹം, 2 ദൈവസ്നേഹത്തിലേക്ക് നമ്മളെ കൈപിടിച്ചുയർത്തുന്ന ഹൃദയത്തിൻ്റെ എളിമ. ഇത് 2 നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നിശ്ചയമായും ദൈവപ്രവൃത്തി നമ്മളിലും നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരിലും ദൈവം ഇടപെടും എന്നുള്ളതിൻ്റെ ഏറ്റവും ശക്തമായ സാക്ഷ്യമാണ് ഇന്നത്തെ സുവിശേഷം നമ്മൾ നമ്മുടെ മുമ്പിൽ വയ്ക്കുക. അതുകൊണ്ട് ഈ സുവിശേഷത്തിൻ്റെ സന്ദേശം ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ, കർത്താവേ, സഹോദര സ്നേഹം, നമ്മുടെ കുടുംബങ്ങളിലുള്ളവർ, ഞങ്ങളുമായി ബന്ധപ്പെട്ട് ഏറ്റവും താഴെക്കടയിലായിരിക്കുന്നവരെന്ന് പോലും നമ്മുടെ ചിന്തിക്കുന്ന അവസ്ഥകളിലുള്ളവരെ പോലും സ്നേഹത്തിൽ പരിപാലിക്കാൻ, ചേർത്ത് പിടിക്കാനും ഹൃദയത്തിൻ്റെ എളിമയോടുകൂടെ ഈശോയെ നിന്നെ സ്വീകരിക്കാനും പ്രാപ്തരാക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആ കൃപ ഈ വിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് ലഭിക്കട്ടെ. ആമേൻ.